എല്ലാവർക്കും നമസ്തേ. ഈ ഒരു ഒരു ചാനൽ ചർച്ചയിലെ ഒരു വീഡിയോ ശകലമാണ് നിങ്ങളെ കേൾപ്പിക്കുന്നത്. കോപ്പിറൈറ്റ് ആക്ട് ഒക്കെ നിലവിലുള്ളതുകൊണ്ട് അത് വീഡിയോ പൂർണ്ണമായിട്ട് ഇടുന്നില്ല. ആ ശബ്ദരേഖ നിങ്ങൾക്ക് ഇപ്പോൾ കേൾക്കാം. ശ്രദ്ധിച്ചു കേട്ടുകൊള്ളു. അതായത് ഇല്ലാത്തൊരു വിഷയത്തെ ഊതി വെറുപ്പിച്ച് അത് വലിയ വിഷയമാണെന്ന് പറയുക. ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ്? നമ്മുടെ മലയാളി കേരളത്തിലെ ക്യൂബ എന്ന് പറഞ്ഞ അസോസിയേഷൻ അവരൊരു പരിപാടി നടത്തിയപ്പം തൊട്ടപ്പുറത്തെ പരിപാടിക്ക് ഷാഹിദ് അഫ്രീദിയും ഉമർ ഗുള്ളും ഗസ്റ്റായി വന്നു. ഇവരങ്ങോട്ട് പോയി വിളിച്ചായിരിക്കണം കേട്ടോ. ഇല്ല, ഷാഹിദ് അഫ്രീദി ഒന്നും വരില്ല. ഇപ്പോൾ ഈ മീഡിയയുടെ ഇത്രയും വിവാദം ഉണ്ടായത് കാരണം അവർ മാറ്റി പറയുന്നതാണ്. ഞങ്ങൾ അറിഞ്ഞില്ല, വിളിച്ചില്ല, ഷാഹിദ് അഫ്രീദി സ്വന്തമായിട്ട് വന്നൊന്നും ആയിരിക്കില്ല. അതിപ്പോൾ അവർ മാറ്റി പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, എന്തെങ്കിലും രീതിയിലുള്ള പേടി കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള മാധ്യമ ആക്രമണം ഉണ്ടാകുന്നു വിചാരിച്ചാൽ. ഈ ഷാഹിദ് അഫ്രീദിയുടെ കൂടെ നടക്കുന്ന ആ വെള്ള ഷർട്ടിട്ട ഒരാളുണ്ട്. പുള്ളി മുസ്ലിമും അല്ല, പുള്ളി ഹിന്ദുവാണ്. ഞാൻ പുള്ളിയോട് സംസാരിച്ചിരുന്നു. ഇവരുടെ പരിപാടിക്ക് കഴിഞ്ഞ തവണ ഞാൻ ദുബായ് പോയിരുന്നു. സാധാരണ തിരുവനന്തപുരത്ത് CT പഠിച്ച മുസ്ലിം എന്നുള്ള വേർതിരിവൊന്നുമില്ല. ഷാഹിദ് അഫ്രീദി എന്നുള്ളത് ഇന്ത്യ വിരുദ്ധനാണ്, ഇന്ത്യക്കെതിരെ നിലപാടെടുക്കുന്നയാളാണ്, വിഷം തുപ്പുന്നയാളാണ്. അങ്ങനെ ഒരാളെ ഹിന്ദുവാണോ മുസ്ലിമാണോ സ്വീകരിച്ചത് എന്നൊന്നും പറഞ്ഞ് വിഷയം ആ വഴിക്ക് കൊണ്ടുപോകരുത്. ആരാണ് സ്വീകരിച്ചതെങ്കിലും രാജ്യവിരുദ്ധമായ നിലപാടാണ് എടുത്തത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് മഞ്ജുഷിന് എങ്ങനെ മനസ്സിലായി? ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. നമ്മളുടെ ചാനൽ ചർച്ചകളിൽ നമ്മളെല്ലാം മിക്കവാറും കാണാറുള്ള ഒരു സുന്ദരമായ ഒരു മുഖമുണ്ട്. അത് ക്ലീൻ ഷേവ് ചെയ്ത് സ്ത്രൈണഭാവം വിളിച്ചോതുന്ന ഒരു സുന്ദരമായ മുഖം. പേര് രാഹുൽ ഈശ്വർ. അദ്ദേഹം വന്നിരിക്കുന്ന കാണുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കും, ആഹാ, എന്തൊരു ദേശീയവാദി. ഇരു തോളുകളിലും ദേശീയ പതാക ആലേഖനം ചെയ്ത ഷർട്ടുമിട്ട് വാതോരാതെ സംസാരിക്കും. വാക്ചാതുരി നല്ല രീതിയിലുള്ള ഒരു മനുഷ്യനാണ്. സ്വാഭാവികമായിട്ട് നമ്മൾ പുള്ളിയുടെ വാചകമടിയിൽ നമ്മൾ വീണുപോകും. സംസാരത്തിൽ വളരെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സംസാരങ്ങളൊക്കെയാണ്. ഇദ്ദേഹത്തിനെ കുറിച്ച് ഒരു ചാനൽ സംവാദകൻ എന്നുള്ള രീതിയിലാണ് കൂടുതൽ ആൾക്കാർക്ക് അറിയാവുന്നത്. എങ്കിലും അതിലുപരി അയാൾ നമ്മുടെ ശബരിമല മുൻ തന്ത്രി കണ്ഠരര് മഹേശ്വരര് എന്നൊരു വലിയ മനുഷ്യൻ്റെ ചെറുമകനാണ്. അതായത് അദ്ദേഹത്തിൻ്റെ മകളുടെ മകൻ. അങ്ങനെ ഒരു സമൂഹത്തിലൊരു സ്വീകാര്യത ഉള്ള ഒരു വ്യക്തിയാണ്. ഉണ്ടായിരുന്നു എന്ന് പറയാം, ഇപ്പോൾ ഇല്ല. ഇപ്പോൾ ഇയാളെക്കുറിച്ച് ഇപ്പോൾ പറയാൻ കാരണം ഇയാളുടെ ആ അപ്പിയറൻസ്, ആ TV ചാനലിലൊക്കെ വന്നിരിക്കുന്ന ആ ദേശീയ പതാക ആലേഖനം ചെയ്ത ഷർട്ട്, വാചകം ഒക്കെ കേട്ട് കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും വളരെ നല്ലൊരു മനുഷ്യൻ, ദേശീയവാദി. അതായത് ദേശീയ പതാക എപ്പോഴും തോളത്ത് താങ്ങിക്കൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യൻ. പണ്ട് നമ്മുടെ ഒരു മന്ത്രി പറഞ്ഞു, ഞാൻ എവിടെ പോയാലും എൻ്റെ തലയ്ക്കകത്ത് വീടും വെച്ചുകൊണ്ട് പോകാമെന്ന് നമ്മുടെ ഒരു മന്ത്രി പറഞ്ഞു. അതായത് ബിന്ദു എന്ന് പറഞ്ഞതിൻ്റെ കൂട്ട് എപ്പോഴും അവര് വീട് തലയ്ക്കുള്ളിൽ വെച്ചുകൊണ്ട് പോകുന്നതിൻ്റെ കൂട്ട് എപ്പോഴും ദേശീയ പതാക തോളത്ത് രണ്ട് തോളത്തും കൊണ്ട് നടക്കുന്ന ഒരു ദേശീയവാദിയാണ് ഇദ്ദേഹം എന്ന് നമ്മൾ കരുതുക സ്വാഭാവികം. പക്ഷേ പല ചർച്ചകളും നമ്മൾ ശ്രദ്ധിച്ചാൽ ഇയാള് ദേശീയവാദി എന്നതിനുപരി ദേശദ്രോഹിയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പല ചർച്ചകളിൽ ഇയാൾ ദേശീയതയ്ക്കൊക്കെ വേണ്ടി വാദിക്കുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ കൂടുതൽ ഇയാൾ ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ തീവ്രവാദികൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഇയാൾ പലപ്പോഴും ഇയാളുടെ ഭാഗത്തു നിന്നുണ്ടാകാറുള്ളത്. അതിന് കുറേ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമുക്കറിയാം, ഒരു ഹാദിയ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയുമായിട്ടുള്ള ഒരു വിഷയം, ലവ് ജിഹാദ് എന്നൊക്കെ പറഞ്ഞ് വിഷയങ്ങളുണ്ടായി. ഒരു അശോകൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ ഏക മകള് ഈ ഹോമിയോ മെഡിസിൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയെ ഒരു മുസ്ലിം യുവാവ് പ്രണയിക്കുകയും, അതായത് പോപ്പുലർ ഫ്രണ്ടുകാരനായ മുസ്ലിം യുവാവ് പ്രണയിക്കുകയും മതം മാറ്റി ആ കുടുംബത്തിനെ തന്നെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് മതം മാറി ഈ ചെറുപ്പക്കാരനോടൊപ്പം പോകാൻ തയ്യാറായിരുന്ന ഒരു സംഭവം ഉണ്ടായി. അത് കേസായി. ഹൈക്കോടതി ഈ കുട്ടിയെ അച്ഛനമ്മമാരുടെ അടുത്തോട്ട് വിട്ടു. അതായത് പോപ്പുലർ ഫ്രണ്ട് നടത്തിക്കൊണ്ടിരുന്ന മതപഠനശാലയിൽ നിന്നും അച്ഛനമ്മമാരുടെ അടുത്ത് വിട്ടു. മനം മാറാൻ വേണ്ടി കുറേ നാൾ ആ അച്ഛനമ്മമാരുടെ കൂടെ ഈ പെൺകുട്ടി ഉണ്ടായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ ഈ രാഹുൽ ഈശ്വർ
അവിടെ പ്രത്യക്ഷപ്പെടുകയും അവരുടെ വീട്ടിലെത്തുകയും ഈ കുട്ടികളുമായിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞ് സംസാരിച്ച് അതിൻ്റെ വീഡിയോ എടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന സംഭവം ഉണ്ടായി. അതോടുകൂടി തന്നെ ഇയാൾ പോപ്പുലർ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് പണം മേടിച്ചിട്ടാണെന്നാണ് പറയപ്പെടുന്നത്. അവർക്ക് വേണ്ടി ഈ പെൺകുട്ടിയുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്താൻ വേണ്ടി ചെന്നതാണെന്നാണ് പറയുന്നത്. ഈ കുട്ടിയെ അവിടുന്ന് കടത്തിക്കൊണ്ട് ഈ മത തീവ്രവാദികളുടെ അടുത്ത് എത്തിക്കുന്ന ഇതിനു വേണ്ടി ഉള്ള ദൗത്യവുമായിട്ടാണ് അയാൾ അവിടെ ചെന്നത് എന്നാണ് പറയപ്പെടുന്നത്. അതായിരിക്കാം സത്യം എന്ന് നമുക്ക് വിശ്വസിക്കേണ്ടി വരും. അതിനുശേഷം ഉണ്ടായ സംഭവങ്ങളെല്ലാം നമുക്കറിയാം. തീവ്രവാദികൾ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നു, ഈ പെൺകുട്ടി അവിടുന്ന് കടത്തിക്കൊണ്ട് പോവുകയും ആ കുടുംബത്തിനെ തീരാ ദുഃഖത്തിലേക്ക് തള്ളിവിടുകയും ചെയ്ത ഒരു വ്യക്തിയാണ് ഈ രാഹുൽ ഈശ്വർ. അത് കഴിഞ്ഞിട്ട് വന്നിരുന്നാണ് ചാനൽ വന്ന് ദേശീയതയുടെ കപട മുഖം അയാൾ അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. ഈ അടുത്ത കാലത്ത് വീണ്ടും അയാളിലെ ദേശീയ വിരുദ്ധത മറനീക്കി പുറത്തു വന്ന ഒരു സംഭവം ഉണ്ടായി. അതായത് ഓപ്പറേഷൻ സിന്ദൂർ, പഹൽഗാം തീവ്രവാദി ആക്രമണത്തിന് മറുപടിയായി നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ നടത്തി പാകിസ്ഥാന് ഒരു പാഠം പഠിപ്പിച്ചിട്ടിരിക്കുന്ന സമയത്ത് മലയാളികളായിട്ടുള്ള ചില അതായത് കൊച്ചി യൂണിവേഴ്സിറ്റിയിലെ മുൻ വിദ്യാർത്ഥികൾ ക്യൂബ എന്ന ഒരു സംഘടന UAE തുടങ്ങുകയും അതിൻ്റെ നേതൃത്വത്തിൽ ഒരു പരിപാടി നടത്തുകയുണ്ടായി. ആ പരിപാടിയിലേക്ക് പാകിസ്ഥാനായ അഫ്രീദിയെ ക്ഷണിക്കുകയും, അതായത് ഇന്ത്യക്കെതിരായിട്ട് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന അഫ്രീദിയെയാണ് ഇവർ ക്ഷണിച്ച് ആദരിക്കുകയും അയാൾക്ക് വേദി ഒരുക്കി കൊടുക്കുകയും ചെയ്തത്. ഇത് വളരെ വലിയ വിമർശനങ്ങളുണ്ടായി. കാരണം ക്യൂബ എന്ന് പറയുന്നത് തന്നെ ഈ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ വിദേശത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ്. അവർ തീർച്ചയായിട്ടും ഇന്ത്യക്കെതിരായിട്ട് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന പാകിസ്ഥാനെ വിളിച്ച് അനുമോദിക്കുകയും ആദരിക്കുകയും ചെയ്തപ്പോൾ അതിനെതിരെ വളരെ വലിയ വിമർശനങ്ങളുണ്ടായി. ഇന്ത്യക്കകത്തും പുറത്തും എല്ലാം വിമർശനങ്ങളുണ്ടായി. ഇതിനെതിരെ പല പരാതികളും NIA ഉൾപ്പെടെ ചെല്ലുകയും ചെയ്തു, സർക്കാരിലേക്കും ചെന്നിരുന്നു. ഇവർക്ക് എതിരായിട്ട് നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് രാഹുൽ ഈശ്വർ വീണ്ടും ഇന്ത്യ വിരുദ്ധതയുമായിട്ട് രംഗപ്രവേശം ചെയ്തിരിക്കുന്നത്. ഒരു ചാനൽ ചർച്ചയിൽ അയാൾ ഇരുന്ന് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഞെട്ടിപ്പോവും. ഈ തീവ്രവാദ ഇന്ത്യ വിരുദ്ധരെ ന്യായീകരിച്ച് സംസാരിക്കുന്ന ആ വീഡിയോ, നിങ്ങൾ ഇതിൻ്റെ തുടക്കത്തിൽ ഞാൻ ആ കാണിച്ച വീഡിയോയിൽ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എന്താണ് ഇയാൾ പറയുന്നത്? ഇങ്ങനെ സത്യത്തിൽ NIA അടിയന്തരമായിട്ടും നടപടി എടുക്കേണ്ട, കേസ് രജിസ്റ്റർ ചെയ്ത് അകത്താക്കേണ്ട ഒരു വ്യക്തിയാണ് ഈ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഈ രാജ്യവിരുദ്ധ, ഇയാളെ രാജ്യദ്രോഹി എന്ന് തന്നെ നമുക്ക് വിളിക്കേണ്ടി വരും. ഇത്തരക്കാരാണ് ഈ നമ്മുടെ രാജ്യത്തെ അപകീർത്തിപ്പെടുത്തുന്നതും അപകടത്തിലേക്ക് നയിക്കുന്നതും. ഈ കമ്മ്യൂണിസ്റ്റ് മനോഭാവമുള്ളവർ നമുക്കറിയാം. അവർ ഈ ഇന്ത്യ വിരുദ്ധതയാണ് അവരുടെ മുഖമുദ്ര നമുക്കറിയാം. എങ്കിലും അവരെത്രത്തോളം പോകും എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. അവരുടെ പ്രവർത്തനം നമ്മൾ വർഷങ്ങൾ കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നതായതുകൊണ്ട്. എന്നാൽ അതിലൊക്കെ അപകടകാരികളാണ് രാഹുൽ ഈശ്വറിനെ പോലുള്ള ഇത്തരം രാജ്യദ്രോഹികൾ. ഒരിക്കലും ഇത്തരക്കാരെ വളർന്നു വരാൻ നമ്മൾ അനുവദിച്ചുകൂടാ. അവരെ മുളയിലെ നുള്ളിക്കളയേണ്ടതായിരുന്നു. പക്ഷേ ഇത്രയും നാൾ നമ്മൾ വളർത്തിക്കൊണ്ടുവന്നു. ഇനി അവരുടെ ആ വളർച്ചയെ നമ്മൾ തടയണം. അവർ കൂടുതൽ വളർന്നാൽ കൂടുതൽ തീവ്രവാദികൾക്ക് വേണ്ടി അവർ രംഗത്ത് വരും. തീവ്രവാദത്തെ അവർ മഹത്വവൽക്കരിക്കാൻ ശ്രമിക്കും. രാജ്യവിരുദ്ധതയെ അവർ മഹത്വവൽക്കരിക്കാൻ ശ്രമിക്കും. സ്വാഭാവികമായിട്ടും രാഹുൽ ഈശ്വറിനെ പിന്തുണയ്ക്കുന്നവരും ഇഷ്ടപ്പെടുന്നവരും വളരെയേറെ ആൾക്കാർ കാണും നമ്മുടെ സമൂഹത്തിൽ. ഇയാളുടെ ഈ രാജ്യവിരുദ്ധത ഇയാൾ ഇങ്ങനെ ചാനൽ ചർച്ചകളിലൊക്കെ ഇരുന്ന് വിളമ്പുമ്പോൾ തീർച്ചയായും കുറെ ആൾക്കാരെങ്കിലും അയാളുടെ ആ ഒരു വഴിയിലേക്ക് തിരിയാൻ സാധ്യത വളരെ വളരെ കൂടുതലാണ്. അത് പതിയെ നമ്മുടെ സമൂഹത്തിൽ കുറച്ച് ആൾക്കാരിലെങ്കിലും രാജ്യവിരുദ്ധത
വളർത്തിക്കൊണ്ടുവരാൻ മാത്രമേ സഹായിക്കുകയുള്ളൂ. അത് ഒരിക്കലും നമ്മൾ അനുവദിച്ചുകൂടാ. നമ്മൾക്ക് വലുത് നമ്മുടെ രാജ്യം, നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷ. ഇവിടുത്തെ എല്ലാ വിഭാഗം ജനങ്ങളും, ഹിന്ദു ആകട്ടെ, ക്രിസ്ത്യാനി ആകട്ടെ, മുസൽമാനാകട്ടെ, സിഖ് ആകട്ടെ, എല്ലാവരും ഒരേപോലെ സമാധാനമായി ജീവിക്കേണ്ട ഒരു രാജ്യമാണ് നമ്മുടെ ഭാരതം. കാരണം നമ്മുടെ മുഖമുദ്ര തന്നെ ബഹുസ്വരതയാണ്. എല്ലാവരെയും നമ്മൾ ഈ ഭാരതത്തിൻ്റെ മക്കളായിട്ടാണ് കരുതുന്നത്. അല്ല, ഹിന്ദു മാത്രമല്ല ഈ ഭാരതത്തിൻ്റെ മക്കളെന്ന് നമ്മളാരും പറയുന്നില്ല. ഈ നാട്ടിൽ ജനിച്ചു വളർന്ന എല്ലാ ഭാരതീയരും ഈ നമ്മുടെ ഈ ഭാരതമെന്ന ഈ മാതാവിൻ്റെ മക്കളെന്നുള്ള ഒരു ചിന്തയും വിചാരമാണ് നമുക്കെല്ലാം ഉള്ളത്. അത്തരക്കാരിൽ ഈ രാജ്യവിരുദ്ധത വളർത്താൻ രാഹുൽ ഈശ്വരനെ പോലുള്ള ഈ രാജ്യദ്രോഹികളെ ഒരിക്കലും അനുവദിച്ചുകൂടാ. അയാളുടെ പശ്ചാത്തലം ഏതായിക്കോട്ടെ, നമ്മുടെ ഒരു സമൂഹം ബഹുമാനിച്ചിരുന്ന ഒരു ശബരിമല തന്ത്രിയുടെ ചെറുമകൻ എന്നുള്ള ആ പരിഗണന പോലും ഇയാൾ അർഹിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനാൽ തന്നെ ഇത്തരക്കാരെ എത്രയും പെട്ടെന്ന് മര്യാദ പഠിപ്പിക്കാൻ സർക്കാർ തയ്യാറാകണം. ഇയാളുടെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്യണം, രാജ്യദ്രോഹ കുറ്റം ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്യണം, ഇയാൾക്കെതിരെ നടപടികൾ ഉണ്ടാകണം. അപ്പോൾ ചോദിക്കാം, കോടതികളും ഒക്കെ ഇവിടെ ഉണ്ടല്ലോ, അവിടെ ചെല്ലുമ്പോൾ ഇവർക്കൊക്കെ രക്ഷ കിട്ടും. അങ്ങനെയുള്ള അവസരം പോലും നമ്മൾ ഉണ്ടാക്കി കൊടുക്കാതിരിക്കാനാണ് ശ്രമിക്കേണ്ടത്. കോടതികൾ ഈ യാഥാർത്ഥ്യം മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ നിർബന്ധപൂർവം ഇവരെ ഇത്തരം രാജ്യദ്രോഹികളെ ഏതെങ്കിലും രീതിയിൽ ആനുകൂല്യം കൊടുക്കുന്നതിൽ നിന്നും നമ്മൾ തടയേണ്ടതും നമ്മുടെ രാജ്യസുരക്ഷയ്ക്ക് വളരെ അത്യന്താപേക്ഷിതമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിനും അത് ഏറെ ആവശ്യമാണ്. ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത്.